നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ എനിക്കൊന്ന് ഒരുപക്ഷെ ഏറ്റവും വീതി കുറവുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഒരു ഇടുങ്ങിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമുക്കറിയാം, ഒരൊറ്റ ലൈൻ പോലെ ഇരിക്കുക, കണ്ട അതിൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ല, പ്രത്യേക ഷേപ്പാണല്ലോ. ഞാൻ പഴയ ക്ലാസ്സുകളിൽ പഠിച്ച ഓർമ്മ വെച്ച് പറയുകയാണ്, കേരളത്തിൻ്റെ വീതി ഏറ്റവും കൂടിയ ഭാഗത്ത്, അതായത് മലനാട്ടിൽ നിന്ന് തീരപ്രദേശം വരെ വെറും 40 കിലോമീറ്ററാണ്. എവിടെ? ഏറ്റവും മധ്യഭാഗത്ത്. അപ്പോൾ ഈ വടക്കോട്ടും തെക്കോട്ടും ചെല്ലുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളും പോലെ ഇതിങ്ങനെ കുറഞ്ഞു വരും. അപ്പം ഇത്രയും വീതിക്കുള്ളിലാണ് ഈ 44 നദികളും ബാക്കി വരുന്ന ഈ കായലുകളും അതുപോലെ തന്നെ ഈ സമുദ്രവും എല്ലാം ഉൾപ്പെടുന്നത്. വലിയ ജനസാന്ദ്രതയുള്ള പിന്നെ ആലപ്പുഴ പോലെ ജനസാന്ദ്രത ഏറിയ പ്രദേശവും വയനാടും ഇടുക്കിയും പോലെ ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശവും ഉണ്ട് എന്നുള്ളത് വേറൊരു പിന്നെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഇതാണ്. ചെറുപ്രായത്തിൽ പഠിച്ചതും പിന്നീട് നമ്മൾ അധ്യാപകനായിട്ട് പോയപ്പോൾ പഠിപ്പിച്ചതൊക്കെ ആയിട്ട് മനസ്സിൽ വെച്ച് ഓർമ്മ വെച്ച് പറയണേ, ഇതിനകത്തൊന്നും നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് അല്ല. ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ ഒരു ഓർമ്മയിൽ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിലവിൽ വീതിയൊന്നും കൂടിയിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വാസം. എന്താണെങ്കിലും ശരി. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ ദേശീയപാത വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന അതേ മാനദണ്ഡം തന്നെ ഇവിടെയും നടപ്പിലാക്കണം എന്നൊരു നിബന്ധന വന്നിരിക്കുകയാണ്. വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങും. ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു ചെറിയൊരു സ്ഥലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവിടെ ഈ നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഒന്നും പോലെ അത്ര എളുപ്പമാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുക. ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദേശീയപാതയിലൂടെ പോകും. ഇപ്പോൾ തന്നെ കമ്പം തേനി ദേശീയപാതയിലൂടെ പോവുക എന്നായിരിക്കും. അല്ലെങ്കിൽ വേണ്ട ചെങ്കോട്ടെ മധുര ദേശീയപാത ആ വഴിക്ക് പോവുക എന്നായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ഈ റോഡിൻ്റെ സൈഡിലൊന്നും ടൗണുകളൊന്നുമില്ല. റോഡിൻ്റെ സൈഡ് മുഴുവൻ കൃഷിഭൂമികളാണ്. മൊത്തം കൃഷിഭൂമിയാണ്. ഈ പ്രധാന പാതയുടെ സൈഡ് മുഴുവൻ കൃഷിഭൂമിയാണ്. ചോളവും നെല്ലും അതുപോലെ പുളിയും ഈ പറഞ്ഞ പേര, നെല്ലിക്ക, മാങ്ങ, ഇങ്ങനെയൊക്കെയുള്ള പലതരം കൃഷികൾ. തെങ്ങും തോട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്ത് പിന്നെ കമ്പത്ത് ചെന്ന് കഴിഞ്ഞാൽ മുന്തിരിത്തോപ്പുകൾ, ഈ തെങ്ങ്, പിന്നെ വെറുതെ കിടക്കുന്ന കുറച്ച് തരിശ് സ്ഥലങ്ങൾ, ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മൾ എപ്പോഴെങ്കിലും ഈ മെയിൻ പാതയിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും കാണുന്ന ഒരു ചെറിയ റോഡുണ്ടല്ലോ, ആ റോഡ് വഴി ഒന്ന് പോയി നോക്കാം. ആ റോഡ് വഴി നമ്മൾ അകത്തേക്ക് ഒത്തിരി പോയി കഴിയുമ്പോൾ വലിയ നമ്മുടെയൊക്കെ ഉന്നതി എന്ന ഊരെന്നൊക്കെ പറയുന്ന പോലെ കുറേ കുഞ്ഞു വീടുകൾ. അതൊരു വലിയ ഒരു കോളനി പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. അവർ കൃഷിഭൂമിക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അത് എവിടെയാണ് വരുന്നത്? അത് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കൃഷി കൊടുക്കും. ഇവർ താമസമല്ല, ഇവരകത്തേക്ക് ഉള്ളിലോട്ടായിരിക്കും മാറ്റും. അതാണ് അവരുടെ ഒരു രീതി. നമ്മുടെ രീതിയിലുള്ള പരിപാടി എന്താണ്? നമുക്ക് ഉൾപ്രദേശത്താണ് ഭൂമിയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരു ഹൈവേയുടെയോ ഏതെങ്കിലും സ്റ്റേറ്റ് റോഡിൻ്റെയോ സ്റ്റേറ്റ് ഹൈവേയുടെയോ ഒക്കെ അടുത്ത് വന്ന് ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ആ റോഡിനോട് ചേർത്തൊരു വീട് പണിഞ്ഞു. ആ 10 സെൻറ്റ് മുഴുവൻ വീടായിരിക്കും. അതിനൊരു മതിലും കെട്ടി അവിടെ കയറ്റി നമ്മൾ വെക്കും. ഒരു മുട്ടൻ 2 നില വീട്, 4 പേരായിരിക്കും താമസിക്കാനുള്ള. ഒരു 2500-2600 സ്ക്വയർ ഫീറ്റ് വീടും വെച്ച് നമ്മളവിടെ താമസം. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ വലിയ പാണ്ടി ലോറികളും വലിയ വാഹനങ്ങളും പോകുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന കാട്ടിൽ വരെ ഇരുന്ന് കുലുങ്ങും. ആ അവസ്ഥയിലുള്ള രീതിയിൽ നമ്മൾ താമസിക്കും. അതിനൊപ്പം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് കച്ചവട സ്ഥാപനം. എല്ലാ റോഡിലോട്ടിറക്കിയാണ് ഈ കച്ചവട സ്ഥാപനങ്ങളും വീടുകളും എല്ലാം. ഈ റോഡ്, അതായത് നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി എന്താ? നമ്മൾ കാലെടുത്ത് വെച്ചാൽ ഒന്നുകിൽ റോഡിലോട്ടിറങ്ങണം, അല്ലെങ്കിൽ കടയിലോട്ടിറങ്ങണം. ആ രീതിയിലെല്ലാം നമ്മൾ അടുത്ത് വേണം. നമ്മുടെ രീതി അതാണ്. നമ്മുടെ നാട്ടിലെ മാളുകൾ ഇത്രയും വളർന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇത് തന്നെയാണ്. റോഡ് സൈഡ് ആളുകളെല്ലാം പരമാവധി അവിടെ കയറി വാങ്ങിക്കും. അപ്പൊ പിന്നെ ഇനി അവസാനം റോഡിൽ അവിടെ കാണാൻ ഒരല്പ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ ആരും കൊണ്ട് 2 തട്ടുകടയും വെക്കും. അങ്ങനെ ഈ കച്ചവടം ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ നമ്മുടെ ഈ വീതി കുറഞ്ഞ ഈ ഭൂപ്രദേശം മാക്സിമം യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അവിടെ എങ്ങനെ ഇവർ പറയുന്ന ഈ മാനദണ്ഡം പാലിക്കാൻ സാധിക്കും? റോഡ് നടക്കുന്ന 40 മീറ്റർ വ്യത്യാസത്തിലാണ് വീട് വയ്ക്കേണ്ടത്. 75 മീറ്റർ വേണം കട വയ്ക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ ഹൈവേ അതോറിറ്റിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. നമ്മളത് എങ്ങനെ നമ്മുടെ കേരളത്തിൽ അത് പാലിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവും കിട്ടുന്നില്ല. അതെങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച്, അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ദേശീയപാതയുടെ മധ്യഭാഗത്തു നിന്നും വീടുകൾക്ക് 40 മീറ്ററും കച്ചവട സ്ഥാപനങ്ങൾക്ക് 75 മീറ്ററും അകലമാണ്. ശരിക്കും നിലവിൽ ഇപ്പൊ കേരളത്തിൽ 45 മീറ്ററിലാണ് കേരളത്തിൽ ഹൈവേ വികസനം. ബാക്കിയുള്ളതൊക്കെ 60 മീറ്ററാണ് അല്ലേ? ഇത് ഈ 45 മീറ്ററാണ് കേരളത്തിൽ പുരോഗമിക്കുന്നത്. ഇത് പ്രകാരം റോഡ് അതിർത്തിയിൽ നിന്നും വീണ്ടും 17.5 മീറ്ററും അതുപോലെ വീടുകൾക്ക്
കെട്ടിടം വാണിജ്യ ആവശ്യങ്ങൾക്ക് 52.5 മീറ്റർ മാറിയാൽ മാത്രമേ നിർമ്മാണം സാധ്യമാകൂ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നിലവിലെ സംസ്ഥാന ചട്ടങ്ങൾ പ്രകാരം 7 മീറ്റർ മാറിയാൽ അനുമതി ലഭിച്ചിരുന്ന സ്ഥാനത്താണ് അപ്രായോഗിക നിർദ്ദേശം. 45 മീറ്റർ വീതിയുള്ള ഹൈവേയിൽ നിന്ന് നമുക്കൊരു 7 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീടും കെട്ടിടവും ഒക്കെ വെക്കാമായിരുന്നു. അത് പറ്റത്തില്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇനി വീട് വെക്കണേ 17.5 മീറ്ററും വാണിജ്യ സ്ഥാപനങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 52.5 മീറ്ററും മാറേണ്ടി വരും. സംസ്ഥാനത്തെ 14 ജില്ലകളിലായി ഏക്കർ കണക്കിന് ഭൂമി ഇതോടുകൂടി വെറുതെ ആയി. മാത്രമല്ല ഇതിൽ ഹൈവേ നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ആളിനും കുടുങ്ങി. അതെ, ഇതിനകത്ത് ഇപ്പൊ ഇനി സ്വന്തമായി ഈ കുറച്ച് ഭൂമി മാത്രം ഉള്ളവർക്ക് താമസിക്കാനോ ഒരു കടമുറി പണിയാനോ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ ദേശീയപാത വികസനത്തിന് സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട്. അവർക്ക് പൊന്നുമല എടുത്തിട്ടുമുണ്ട്, അത് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അവരും വഴിയാധാരമാകും. ശേഷിക്കുന്ന ഭൂമിയിൽ നിർമ്മാണാനുമതി ലഭിക്കുകയില്ല. അതാണ് ഇപ്പം വരാൻ പോകുന്ന ഒരു ഉത്തരവ്. സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പുതിയ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, നിലവിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കണമെങ്കിൽ ഇത് വേണം. അപ്പൊ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്ഥാപനങ്ങൾ പൊളിച്ചു കളയേണ്ടി വരും എന്നുള്ളതാണ് വ്യാപാരികളെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മിക്കുന്നതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ഈ വീടുകളും ഈ കടകളും ഒക്കെ തന്നെ പൊളിച്ചു മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ റോഡിന് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരത്തെ നമുക്ക് കാണാം. നമ്മൾ തിരുവനന്തപുരം നെടുമങ്ങാട് പോകുന്ന വഴിയിൽ ഒരുപാട് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പോൾ വലിയ റോഡ് വരെയാണ് അവിടെ. ഇതുപോലെ നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ റോഡിന് വീതി കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇത് കാണാം. ഈ ദേശീയപാത വികസനം വന്നപ്പോൾ ഓർക്കുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഉമ്മൻചാണ്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ജനങ്ങളും മൊത്തം പ്രക്ഷോഭമായിട്ട് രംഗത്തിറങ്ങി. ഞാൻ ഇത്ര മീറ്റർ വീതിയിൽ 30 മീറ്റർ വീതി മതി എന്നും പറഞ്ഞു. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന വഴിയിൽ ബാലരാപുരത്തിന് ഇപ്പുറം വരെ നല്ല വീതിയാണ് റോഡ്, പിന്നെ അങ്ങോട്ട് വീതിയില്ല. അല്ലെ, ഇത് അന്ന് വിഷയം ഉണ്ടായിട്ട് ഉമ്മൻചാണ്ടിക്ക് അത് ഏറ്റെടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഈ ദേശീയപാത ഏറ്റെടുപ്പ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പിണറായി വിജയന്റെ ദോഷം പറഞ്ഞെന്ന് പറഞ്ഞാലും അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ഗെയിൽ പൈപ്പ് ലൈനും ഇതിനുമൊക്കെ ഭൂമി ഏറ്റെടുക്കാൻ സാധിച്ചത്. അത് ഈ ദേശീയപാത വികസനത്തിന് തയ്യാറായി പിണറായി വിജയൻ വന്നിട്ട് തന്നെയാണ്. അതിനകത്ത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം കോൺഗ്രസ് സർക്കാരാകുമ്പോൾ ഇതുപോലെ ഈ വ്യാപാരി സമുദായങ്ങൾ എല്ലാവരും വരും, അവരുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഈ പറയുന്ന ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ, ഒരുപാട് പേര് വഴിയാധാരമായി ഈ രീതിയിൽ മുന്നോട്ട് പോയി. വീടില്ലാത്ത അവസ്ഥകൾ ഒരുപാട് പേർക്ക് വീടില്ലാതെ പോകും, ഒരുപാട് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരും, ഒരുപാട് ഹോട്ടലുകൾക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റാവും, വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുതുക്കാൻ പറ്റാവും, പുതുതായിട്ടൊന്നും നിർമ്മിക്കാൻ പറ്റാതെ പോവും. ആകെ വിഷയമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. പക്ഷേ കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ. ഹൈവേ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിരിക്കുന്നു. അനധികൃത നിർമ്മാണങ്ങൾ 60 ദിവസത്തിനകം പൊളിച്ചു മാറ്റണം. ഈ 60 ദിവസത്തിനകം ഇത് പൊളിച്ചു മാറ്റുന്നതിനായിട്ട് 15 ദിവസത്തിനകം ഇത് ഉണ്ടാക്കണം, കമ്മിറ്റികൾ ഉണ്ടാക്കണം. കുറച്ച് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ച് ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കി അവരുടെ നേതൃത്വത്തിൽ ഇത് വലിയ വിഷയത്തിലേക്ക് നീങ്ങും കേരളത്തിൽ. അല്ല, ഇത് ശ്രദ്ധിക്കേണ്ടത് കേരളം അടിയന്തര സുപ്രീം കോടതി സമീപിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഇളവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കേരളം സമീപിക്കണം. കാരണം കഴിഞ്ഞ LDF സർക്കാർ പതുക്കെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയതാണ്. അവർ അടുത്ത് വരുന്നതിന്റെ തലയ്ക്ക് ഇരിക്കുന്നോട്ടെ എന്ന് കരുതി. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒരു കാരണവശാലും നടക്കാൻ പറ്റാത്ത ഒരു നിർദ്ദേശം. ഇത്രയും വലിയൊരു തീരദേശമുള്ള ഒന്നാണ് കേരളം. അതുമല്ല മറ്റുള്ള ഈ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തിങ്ങി പാർക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. അവിടെ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അത്ര എളുപ്പമാവില്ലെന്ന് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇത് വലിയ തോതിലുള്ള ദുരിതം ഉണ്ടാക്കും. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പം നമ്മൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോട്ടൊന്നും പോകണ്ട, തമിഴ്നാട് മുതൽ നോക്കിയാൽ മതി. അവിടെ 60 മുതൽ 90 മീറ്റർ വരെ വീതിയാണ് ഈ ദേശീയപാതയ്ക്ക്. അപ്പോൾ അവർക്കൊക്കെ ഒരു 10 മീറ്റർ കൂടെ എടുത്തു കഴിയുമ്പോൾ അവരുടെ കാര്യം ഓക്കെയാണ്. ഇത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 60 തൊട്ട് 90 എന്ന് പറയുമ്പോൾ 4 വരി പാതയാണ് മിക്ക ഇടത്തും. 4 വരി 6 വരിയൊക്കെ വരും. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത് നടക്കത്തില്ല. നമുക്കറിയാം ഒരു റോഡ് നമ്മൾ പണിഞ്ഞു പോകുന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഉള്ള റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അതിൽ പല റീച്ചായിരുന്നു. പത്തനാപുരം പുനലൂർ മുതൽ കോന്നി വരെ ഒരു റീച്ച്, കോന്നി മുതൽ പ്ലാച്ചേരി വരെ അടുത്ത റീച്ച്. അവിടെ ഇപ്പോഴും മൈലപ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും മണ്ണാറക്കുളഞ്ഞി, അതായത് നമ്മുടെ ശബരിമല പാതയിൽ മണ്ണാറക്കുളഞ്ഞിക്ക് ഇപ്പുറത്തോട്ട് പോകുന്ന വരത്ത് ഒരു 3 വീട് കേസിൽ കിടക്കുക. അത് കാരണം എന്ത് സംഭവിച്ചിരിക്കുന്നു ചോദിച്ചാൽ ബാക്കിയുള്ളിടത്തെല്ലാം ഈ റോഡ് നല്ല വീതി വരുന്നുണ്ട്, ഇവിടെ ഇത് പൊളിക്കാൻ പറ്റിയിട്ടില്ല. ഇത് കോടതി കേസിൽ കിടക്കുക. കാരണം ഇവിടെ ഒരു വലിയ വളവാണ്. ആ വളവ് നോക്കണമെങ്കിൽ നേരെ 2 വീടിന്റെ ഇടയ്ക്കൂടെ കയറിപ്പോയി. അതായത് 2 വീട് പൂർണ്ണമായിട്ട് മറിച്ചു. അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അത്രയും ഭാഗത്ത് ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. ബാക്കി ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും തിരുവനന്തപുരത്ത് വരെ ഉപയോഗിക്കുന്ന റൂട്ടൊക്കെ അതാണ്. ആ റോഡ് വികസനം വന്നോടെ. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, 35 വർഷം മുമ്പ് വിഭാവന ചെയ്ത പദ്ധതിയാണ്.
ഇപ്പൊ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് പൂർത്തിയാവുന്നത്. അന്നൊന്ന് ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെ പതുക്കെ തട്ടി മാറ്റിയായിരുന്നത്. ഇത് എന്റെ തലയിൽ ഉത്തരവാദിത്തം വരരുത്, എന്റെ തലയിൽ ഉത്തരവാദിത്തം വരരുതെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ഈ പറയുന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിന്റെ ഭരണാധിപന്മാർ ചെയ്യേണ്ടത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഒരു ധാരണ അവർക്ക് നൽകുക എന്നുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ നീളവും വീതിയും ജനസാന്ദ്രതയും വെച്ച് കേരളത്തെ അളക്കരുത്. തമിഴ്നാട്ടിലൊക്കെ കിലോമീറ്ററുകളോളം, അതായത് 100 കണക്കിന് കിലോമീറ്ററുകൾ വിജനപ്രദേശങ്ങളാണ്. ഇപ്പൊ രാജസ്ഥാനിൽ പോയാൽ അങ്ങനെയാണ്, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും അങ്ങനെയാണ്. അവിടെ പിന്നെ മാത്രമല്ല, അവിടെ ഈ ഇതുപോലെ നമ്മളെപ്പോലെ വലിയ വീട് വെച്ച് റോഡിനകത്ത് കയറി താമസിക്കുന്ന പരിപാടി അവിടുത്തെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നം. പിന്നെ അവിടെ ഈ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ മാത്രമാണ് ഈ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല. കേരളത്തിൽ ഒരിക്കലും സാധ്യമല്ല. ഇത് 100 കണക്കിന് ആൾക്കാരെ കുടിയിറക്കേണ്ടി വരും. പറയാനുള്ളത് നിയമസഭ അടിയന്തര ഇതിനോട് ഒരു പ്രത്യേക സമ്മേളനം വിളിച്ച് പ്രമേയം ഉണ്ടാവണം. കാരണം ജനങ്ങളുടെ സുപ്രീം കോടതിയിൽ നല്ല അഭിഭാഷകരെ വെച്ച് അത് സുപ്രീം കോടതി ധരിപ്പിക്കണം. കേരളത്തിന്റെ അവസ്ഥ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല എന്നുള്ളത് ധരിപ്പിക്കണം. ആയിരക്കണക്കിന് ആൾക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു നിയമമാണ് വന്നിരിക്കുന്നത്. അതിന്റെ സീരിയസ്നെസ് നമ്മുടെ സർക്കാർ അടിയന്തരമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അടിയന്തരമായിട്ട് തന്നെ ഇതിന് തീരുമാനം എടുക്കേണ്ടതും ഉണ്ട്.